അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശരിയായി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യനും പണ്ഡിതനും അതോടൊപ്പം ഒരു ഗവേഷണ വിദ്യാർത്ഥിയും എന്നെ പോലെയുള്ള വിവരം കുറഞ്ഞ ആളുകൾക്കൊക്കെ എപ്പോഴും ഗൈഡ് കൂടിയായിട്ടുള്ള ഈ നാട്ടിൽ നീണ്ട വർഷങ്ങളായി സേവനം ചെയ്യുന്ന കേരളത്തിലെ പ്രഗത്ഭമതികളായ ദായികളിൽ പ്രഭാഷകന്മാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള ഈ നാടിന് ആത്മീയമായ നേതൃത്വം നൽകി വരുന്ന, ഇപ്പോഴാണ് മനസ്സിലായത് അദ്ദേഹം ഒരു യാത്ര ചോദിക്കുകയാണ് എന്ന്, ബഹുമാനപ്പെട്ട ഫൈലി ഉസ്താദ് അവരുടെ സ്നേഹനിധിയായ ഷാനീർ, ഈ മഹലിൻ്റെ പ്രിയപ്പെട്ട സെക്രട്ടറി, ജമാഅത്തിൻ്റെ ഭാരവാഹികൾ, ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകർ, എൻ്റെ മുന്നിലിരിക്കുന്ന ജ്യേഷ്ഠതുല്യരായ സഹോദരങ്ങൾ, പ്രിയങ്കരികളായ ഉമ്മമാർ, അല്ലാഹു നമ്മുടെ ഈ ആഗമനം, ഈ സംഗമം, സാന്നിധ്യം എല്ലാം അവൻ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ അമലുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി റമദാനിൻ്റെ പ്രത്യേകമായ അനുഗ്രഹാശസ്സുകൾ ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. ജീവിതയാത്രയിൽ വന്നുപോയ അപരാധങ്ങൾ കരുണാവാരിധിയായ അല്ലാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരട്ടെ. കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളെപ്പോഴും നനച്ചു പോകുന്ന, ആലോചിച്ചു പോകുന്ന, വേരുപോലെ നമ്മുടെ കൂടെ നിന്നിരുന്ന പലരും മൈലാഞ്ചിച്ചെടികൾ കഥ പറയുന്ന, മിസാൻ കല്ലുകൾ കാവൽ നിൽക്കുന്ന വിശാലമായ ഖബർസ്ഥാനിലാണ്. സാധുക്കളായ കൂടപ്പിറപ്പുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തിൻ്റെയും മർഹമത്തിൻ്റെയും വാതിലുകൾ തുറന്നു കൊടുക്കട്ടെ. എന്നെക്കുറിച്ച് പറഞ്ഞ ഷാനീർ പറഞ്ഞ വാക്കുകൾ സ്വാർത്ഥകമാവട്ടെ, എന്തെങ്കിലും അങ്ങനെയൊക്കെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഒരു സത്യം ഞാൻ പറയാം, നിങ്ങളാരോടും പറയുമൊന്നും വേണ്ട, മനസ്സിൽ വെച്ചാൽ മതി. ഞാനങ്ങനെ ദുആക്ക് അർഹനായ ഒരാളൊന്നും അല്ല എന്നുള്ളതാണ്. നിങ്ങൾ പറയണ്ട, മനസ്സിലൊന്നോട്ടെ, ഞാനും വിളിക്കാതായി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ദീർഘമായി സംസാരിക്കേണ്ടതുമില്ല. വളരെ അർത്ഥഗർഭമായ മനോഹരമായ സംസാരത്തിനു ശേഷമാണ് പ്രബുദ്ധമായ ഈ സദസ്സ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ നാട് ഒരു ബറക്കത്തിൻ്റെ നാടാണ്. ഞാൻ ഇന്നലെയും ഈ നാടിനെ അനുസ്മരിച്ചു. ഇന്നലെ ഒരു പള്ളി ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു സമീപ ഗ്രാമത്തിൽ ദ ഫസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യ എന്ന് ചരിത്രത്തിൽ മനോഹരമായി എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ നാടിനെ കുറിച്ച്. കേരളത്തിലെ പൗരാണികമായ പ്രഥമ മസ്ജിദ് കൊടുങ്ങല്ലൂർ ദേശത്ത് നിർമ്മിതി കൊണ്ടുവന്നത് ഈ നാടിൻ്റെ, നിങ്ങളുടെ സൗഭാഗ്യമാണ്. കാലാന്തരങ്ങളായി മന്വന്തരങ്ങൾക്കിപ്പുറവും ഈ നാട് അനുസ്മരിക്കപ്പെടുകയാണ്. അൽഹംദുലില്ലാഹ്. വല്ലാത്തൊരു ദിവസമാണ്, വല്ലാത്തൊരു ദിവസം. ഇന്ന് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ ബഹുലമാണ്, ഗനഗംഭീരമാണ്. ഇന്നെന്തൊക്കെയാണ് നടക്കുന്നത്?
ഒരു മനുഷ്യൻ്റെ കൂടെ 5 മലക്കുകൾ ഉണ്ടാവും. നൈരന്തര്യം ലൈവായിട്ട് 5 മലക്കുണ്ടാവും ഒരു മനുഷ്യൻ്റെ കൂടെ. ഡേ ഡ്യൂട്ടിയുള്ള 2 ആൾ, നൈറ്റ് ഡ്യൂട്ടിയുള്ള 2 ആൾ, പെർമനൻ്റ് അവർ മാറൂല, ഡ്യൂട്ടി മാറൂല, ഫുൾ ടൈം 24 hours ഒരാൾ. ഇങ്ങനെ 5 മലക്കുകൾ ഒരു മനുഷ്യൻ്റെ കൂടെ ഉണ്ടാവുക. അതിൻ്റെ പുറമെ ഇന്ന് ഒരു മലക്ക് കൂടി നമ്മളെ കാണാൻ വരികയാണ്. ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും ഇടയിൽ വേറൊരു ലോകമുണ്ട്. മഹ്ശറയുടെയും ദുന്യവിയായ ജീവിതത്തിൻ്റെയും ഇടയിൽ മറ്റൊരു ലോകമുണ്ട്, ആലമുൽ ബർസഖ്. ഈ ആലമുൽ ബർസഖിലാണ് മലക്കുകൾ വിശ്രമിക്കുന്നത്. അവിടെയും മലക്കുകൾ വിശ്രമിക്കുന്നുണ്ട്. അവിടെ ഒരു അതിരുണ്ട്. ആ അതിരിൻ്റെ പേര് സിദ്റത്തുൽ മുൻതഹ എന്നാണ്. നമ്മൾ ഈ വേലിക്ക് പകരം ശീമക്കൊന്ന ഇങ്ങനെ ചില മരങ്ങളൊക്കെ നടാറുണ്ട്. ഇതുപോലെ ഒരു അതിർത്തി പ്രദേശമാണ്. അവിടെയുള്ള മരത്തിൻ്റെ പേരാണ് സിദ്റത്തുൽ മുൻതഹ. ആ മരത്തിൽ മനോഹരമായ അടുക്കുകളുള്ള, അതിൻ്റെ ഇല വളരെ ഹിജ്ർ നാട്ടിലെ തോൽപാത്രം പോലെ, നമ്മളത് കണ്ടിട്ടില്ല, നെറ്റിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും, വിശാലമാണ്. ആ മരത്തിൻ്റെ ചുവട്ടിലൂടെ ദീർഘ വർഷങ്ങൾ നടന്നെങ്കിലേ ആ മരത്തിൻ്റെ തണൽ അവസാനിക്കുകയുള്ളൂ. അത്രമേൽ വിശാലമായ മരമാണ്. ആ മരത്തിൽ അടുക്കുകളുണ്ട്. അടുക്കുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തേനീച്ചയുടെ മനോഹരമായ മാനുഫാക്ചറിങ് എൻജിനീയറിംഗ് ഉള്ള ഒരു നിർമ്മാണമാണ് തേനീച്ചയുടെ. തേനീച്ചയുടെ അടുക്ക് കണ്ടിട്ടില്ലേ? അതിങ്ങനെ അതിൻ്റെ പല ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തേനീച്ച ഇരിക്കുന്ന സ്ഥലം, തേന് നിക്ഷേപിക്കാൻ വേണ്ടി. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു തേനീച്ചക്ക് മാത്രമേ അതിലിരിക്കാൻ കഴിയൂ. ഇരുന്നാൽ അത് ഫില്ലാവും, പിന്നെ ഒരു സ്പേസ് ഉണ്ടാവില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഇതുപോലെ ഈ മരത്തിൽ സിദ്റത്തുൽ മുൻതഹയിൽ ഒരു അടുക്കുകളുണ്ട്. ആ അടുക്കുകളിലാണ് മലക്കുകൾ ഇരിക്കുന്നത്. ആ മലക്കുകൾക്ക് ഒരേ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ കൊല്ലത്തിൽ, ഇയറിൽ ഒറ്റ ഡ്യൂട്ടി. എന്താ ഡ്യൂട്ടി? ആ ഒരു കൊല്ലം അവരെന്താ ചെയ്യുന്നത്? അവർ തസ്ബീഹിലാണ്, തഹ്ലീലിലാണ്, തഹ്മീദിലാണ്, തക്ബീറിലാണ്, സ്വലവാത്തുകളിലും സലാമുകളിലും നിമഗ്നനായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദിക്റുകളുടെ, സ്വലാത്തുകളുടെ, തഹ്ലീല്, തസ്ബീഹുകളുടെ ആരവങ്ങളാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു വർഷം. അങ്ങനെ ലൈലത്തുൽ ഖദർ ആകുന്ന ദിവസം അതിൽ ആ മലക്കുകൾ ഇരുന്നാൽ പിന്നെ ഒരു സ്പേസും ഉണ്ടാവില്ല. ആ മലക്കുകൾ അവിടെ നിന്ന് വരികയാണ് ലൈലത്തുൽ ഖദറിൽ. ലൈലത്തുൽ ഖദറിൽ വരും. ലൈലത്തുൽ ഖദറിൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യർ അവരെ തേടിയ അവരുടെ നായകനാരാണ്? മലക്കുകളുടെ നായകനെ, മുത്തുനബിയുടെ വഹീന്റെ പ്രവാഹത്തെ ലോകത്തേക്ക് കടത്തിവിട്ട സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അലൈഹിസ്സലാം. സയ്യിദുനാ ജിബ്രീലാണ് അവരുടെ നായകൻ. വരുമ്പോൾ അവരുടെ അടുത്ത് 4 കൊടിയുണ്ടാകും. ഇന്ന് സംഭവിക്കാൻ പോവാണ്. 4 കൊടി. ഒരു കൊടി അവർ കുത്തുന്നത് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്കയിലാണ്. മക്കയിൽ കഅബയിൽ ഒരു കൊടി അവർ കുത്തും. രണ്ടാമത്തെ കൊടി മുന്നോട്ട് നോക്കിയാൽ മണൽത്തരികളും പിന്നോട്ട് നോക്കിയാൽ വടക്കൻ കാറ്റുകളും മാത്രം കാണുന്ന നയന മനോഹരമായ മദീന മുനവ്വറയിൽ ഒരു കൊടി കുത്തും. രണ്ടാമത്തെ കൊടി.
മൂന്നാമത്തെ കൊടി പൊരുതുന്ന ഫലസ്തീനിന്റെ പുണ്യ നിറുകയായിട്ടുള്ള ബൈത്തുൽ മഖ്ദിസ്, അവിടെ ഒരു കൊടി. നാലാമത്തെ കൊടി തൂർ പർവ്വതത്തിൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബിയോ ഈസാ നബി അവിടെ നിന്ന് ഇത് ഗ്രന്ഥം വാങ്ങിയ മൂസാ നബി അവിടെ കുത്തു. എന്നിട്ടാണ് അവർ വരുന്നത്. വന്നിട്ട് എന്താ ചെയ്യാന്നറിയോ? ഈ ലൈലത്തുൽ ഖദ്ർ ലഭിച്ച മനുഷ്യന് സലാം പറയും, അസ്സലാമു അലൈക്കും. എന്നിട്ട് ഈമാനിൽ കരിപ്പിടിപ്പിച്ച ഈ മനോഹരമായ നമ്മുടെ ശിരസിൽ നെറ്റിയിൽ ഈ മലക്ക് ഉമ്മ വെക്കും. വല്ലാത്തൊരു അനുഭവമായിരിക്കും അല്ലേ? ഉമ്മ വെച്ചിട്ട് 1 വർഷം അവർ ചെയ്ത അമല് നമുക്ക് കൈമാറും, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഷെയർ ചെയ്യും. ഇങ്ങനെ ആ മലക്ക് തിരിച്ചു പോകും. എവിടെയെന്ന്? ഉറങ്ങുകയാണെങ്കിലും, വീട്ടിലാണെങ്കിലും, മസ്ജിദുകളിലാണെങ്കിലും ഇത് കൈമാറും. ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് കിട്ടാത്ത ആളുകളുണ്ട്, നമ്മളതിൽ പെട്ടുപോകരുത് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കിട്ടാത്തത് ആരാന്നറിയോ? സ്ഥിരമായ മദ്യപാനി, MDM, കഞ്ചാവിൻ്റെയും ലഹരികളുടെയും ലോകത്ത് വിഹരിക്കുന്ന മനുഷ്യൻ, അവന് ലഭിക്കുകയില്ല. കുടുംബങ്ങളോട്, സുഹൃത്തുക്കളോട് പിണങ്ങി നിൽക്കുന്നവനെയും ഈ മലക്ക് ഹസ്തദാനം ചെയ്യുകയില്ലെന്ന് ലോകത്തിൻ്റെ സത്തേ അല്ലാഹുവിന്റെ മുത്തേ മദീനയുടെ മണവാളന് മുഹമ്മദ് മുസ്തഫ അവരെ. അതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ പിണങ്ങി നിൽക്കുന്നൊരു വേഗം വിട്ടോ, പണക്കം തീർത്തോ വേഗം. അവൻ്റെ അടുത്താ തെറ്റ്, എൻ്റെ അടുത്താ തെറ്റ്, അതിങ്ങനെ അതിങ്ങനെ സ്ക്രീൻ ചെയ്യണ്ട, വേഗം ചെല്ലേ, കിട്ടണോ? തുലാസിൽ തൂങ്ങുന്ന പ്രതിഫലങ്ങളുണ്ട്. തുലാസ് അറിയില്ലേ? ഒരുപാട് തുലാസ് ഉണ്ടല്ലേ? സ്വർണം തൂക്കണ തുലാസുണ്ട്, പല തുലാസുകളുണ്ട്. വലിയ ലോറിയൊക്കെ തൂക്കുന്ന തുലാസുണ്ട്. ഒരിക്കൽ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, ഈ മീസാൻ തുലാസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കതൊന്ന് വിഷ്വൽ ചെയ്യാമോ എന്ന്, കാണിച്ചു തരാമോ? ഓക്കെ, ഞാൻ കാണിക്കാം. യു ക്യാൻ റെഡി? തയ്യാറായിക്കോളൂ. തയ്യാറായി ഈസാ നബി കണ്ടതും ബോധരഹിതനായി താഴെ വീണു. എന്താ കാരണം? പടച്ചോനെ, ഈ തുലാസ് കണ്ടു, നന്മ തൂക്കുന്ന തുലാസ്. ഈ ഇത്ര വലിയ തുലാസിലേക്കൊക്കെ തൂക്കാൻ മാത്രം നന്മ വേണമെങ്കിൽ എത്ര നന്മ ചെയ്യണം ഒരു മനുഷ്യൻ? അത് കണ്ടിട്ടാ ബോധം കെട്ട് വീണത്. 3 അമലുകൾ ആ തുലാസിൽ മതിയാവുകയും ഇല്ല. അതിലൊരു 3 നന്മ ചെയ്താൽ ഈ തുലാസിൽ തൂക്കാൻ കഴിയില്ല. അതിന്റെ ആധിക്യം അത്രയായിരിക്കും, വെയിറ്റ്. അതിലൊന്ന്, പിണങ്ങി നിൽക്കുന്നവൻ ആദ്യമായി ആരോടാണോ പിണങ്ങി നിൽക്കുന്നവൻ, ആദ്യം ആ പിണക്കം തീർക്കുന്നവനിലെ ആദ്യക്കാരൻ. 2 പേർ പിണക്കമാണ്, പക്ഷേ അവൻ കരുതി തെറ്റാരെടുത്തു ആവട്ടെ, ഞാൻ തീർക്കട്ടെ പിണക്കമെന്ന് ആദ്യം തീരുമാനിച്ച് ഇറങ്ങിപ്പുറപ്പെടുന്നവന്റെ പുണ്യം ഈ തുലാസ് തൂക്കാൻ പാകമല്ലെന്ന് യുഗയുഗാന്തരങ്ങളുടെ ആചാര്യശ്രേഷ്ഠൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? ഓടി വിട്ടോ, വേഗം വിട്ടോ. ഇവിടുന്ന് കഴിഞ്ഞാൽ ഉടൻ പരിപാടി അതാണ്, പള്ളിയിൽ എത്തുന്നതിന് മുമ്പ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മാതാവിനോട് പിതാവിനോട് അരുതായ്മകൾ ചെയ്ത മനുഷ്യൻ നിന്നെ ഈ മലക്കിന്ന് ഹസ്തദാനം ചെയ്യില്ല, ഹസ്തദാനം ചെയ്യുകയേ ഇല്ല. അതുകൊണ്ട് വേഗം പോകൂ. തൂങ്ങാത്ത തുലാസിന്റെ നന്മയുടെ ഗാംഭീര്യം തുളുമ്പി നിൽക്കുന്ന മറ്റൊരു നന്മ, തുലാസ് കൊണ്ട് തൂക്കി തിട്ടപ്പെടുത്താൻ കഴിയാത്ത നന്മ. അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു സമുദായത്തെ
വിരാമമില്ലാത്ത വിജ്ഞാനത്തിന്റെ ആനന്ദതയിലേക്ക് ആവാഹിച്ച ആദിമധ്യാന്തങ്ങളെ ലോകനായകൻ പറയുകയാണ്. എന്ത്? നിങ്ങളുടെ മാതാപിതാക്കളോടും ഗുരുശ്രേഷ്ഠന്മാരോടും നിങ്ങൾ കാണിക്കുന്ന ആദബും മര്യാദയും നിങ്ങൾ നിങ്ങളെ ഫൈലയോട് കാണിച്ച അഗൈതവമായ അവാജ്യമായ അനന്യാസാധാരണമായ ഒരു സ്നേഹമില്ലേ, ആ സ്നേഹത്തിന്റെ തൂക്കം തുലാസിൽ തൂങ്ങില്ല. അത് തൂക്കാനുള്ള തുലാസ് അള്ളാഹു സംവിധാനിച്ചിട്ടില്ല. കാരണം അത്രമേൽ നന്മയാണതെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തരട്ടെ. എന്തൊരു ആമീനൊക്കെ പറയാൻ മടി. ഞാൻ ഈ ആമീനെ കുറിച്ച് ഇങ്ങനെ നോക്കിയപ്പോ എന്റെ നാട്ടിൽ കുറെ ആള് തറാവീഹിന് ആമീൻ പറയില്ല. ഇതിങ്ങനെ ഫുള്ളായിട്ട് വരികയല്ലേ ആമീൻ. നോമ്പ് തുറന്നിട്ടുള്ളൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയല്ലേ. കൊടുങ്ങല്ലൂരുകാരൊക്കെ ചെല്ലട്ടോ പറയണത്, മനസ്സിലായില്ലേ? അപ്പോ എന്നോട് പറഞ്ഞു കൊടുങ്ങല്ലൂർ ഇവിടെയാണ് ഭരണിപ്പാട്ട്, ഇവിടെ ഒരു ഉത്സവമൊക്കെ ഉണ്ടെന്ന് എന്നെ കാരണം. ഞാൻ പറഞ്ഞു ദ ഫസ്റ്റ് മോസ്കിൻ ഇൻ ഇന്ത്യ. എപ്പോഴും ആ നാടിനെ കുറിച്ച് എന്ത് പറയാ, നല്ലത് മാത്രം പറഞ്ഞാൽ മതി. മറ്റത് പോട്ടെ, ഭരണിപ്പാട്ട് കൊടുങ്ങല്ലൂർക്കാരതല്ല, അത് വേറെ ആൾ ഇവിടെ വന്ന് പാടുകയാണ് അല്ലേ. ശരി ശരി ശരി, ഞാൻ അവസാനിപ്പിക്കണം. ടൈം ഓവറായി. അപ്പം ഞാൻ തൗബയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ എന്തോന്ന് പറഞ്ഞ് പൂർത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ വലിയ നന്മ നോമ്പിന് ആമീൻ പറയുന്നില്ല, സ്വഹാബികൾ ആമീൻ പറയുന്നുണ്ട്. സ്വഹാബികളുടെ ആമീനിന്റെ ശബ്ദ ഗാംഭീര്യത്തിൽ മട്ടുപ്പാവിൽ നിന്ന് പൊടികൾ തൊഴിഞ്ഞു വീഴുമായിരുന്നു. എന്ത്? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. സ്വഹാബികളുടെ ആമീനിന്റെ ശക്തി പ്രഭാവത്താൽ മദീന പള്ളിയുടെ മട്ടുപ്പാവിൽ നിന്ന് താഴേക്ക് ധൂമപടലങ്ങൾ ഉതിർന്നു വീഴുമായിരുന്നുവെന്ന് ആമീനിനെ കുറിച്ച് വിശദമാക്കുമ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. നിങ്ങൾ തന്നെ അറിയണില്ലല്ലോ നിങ്ങൾ ആമീൻ പറയണത്. അതിലും വലിയ രസം. ഇനി ഭൂമിയൊന്നും കുലുക്കണ്ട, നമ്മളെന്നെ ഒന്ന് കുലുങ്ങിയാൽ മതി, അവോക്കൊന്ന് കുലുങ്ങിയാൽ മതി. അള്ളാഹു സ്വീകരിക്കട്ടെ. ഓ കുലുങ്ങിയല്ലോ, ഒന്ന് കുലുങ്ങിക്കോ, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇനി തൗബയാണ്. തൗബ എന്ന് പറയുന്നത് അതൊരു കെട്ടിപ്പിടുത്തമാണ്. പല കെട്ടിപ്പിടുത്തമുണ്ട് അല്ലേ. ഒരു പുണരലാണ്. അള്ളാഹു നമ്മെ പുണരുകയാണ്, നമ്മൾ അള്ളാഹുവിനെയും പുണരുകയാണ്. അള്ളാഹു നമ്മളും തമ്മിലൊരു തിരശ്ശീല ഉണ്ട്, ഒരു മറയുണ്ട്. ആ മറ അതിങ്ങനെ വളരെ സോഫ്റ്റായി നൈസായി വരുന്നൊരു സംഭവമാണ് തൗബ. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞ, നബിയെ, തെറ്റുകളുടെ വല്ലാതെ ആധിക്യം, വല്ലാതെ പാപം ചെയ്തു പോയി ഞാൻ. എനിക്കെന്റെ പാപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പ്രതീക്ഷയുമില്ല. ഇരിക്കടാ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അവിടെ ഇരിക്ക. അങ്ങനെ പറയല്ലേ. നിന്റെ പാപത്തെക്കാൾ എന്റെ പാപത്തെക്കാൾ എത്രയോ വലുതാണ്. എന്ത്? അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറ. നീ ചെയ്ത പാപങ്ങളുടെ ആധിക്യത്തെക്കാൾ എത്രയോ വലുതാണ് അല്ലാഹുവിന്റെ റഹ്മത്ത്. ഒരു ഗ്ലാസ്സില് ഒരു ഹൗദിലെ വെള്ളം, അതിൽ വൃത്തികേടായ വെള്ളം, ആ ഹൗദിലേക്ക് ഒരു 10-15 ഹൗദിലെ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ആ ഹൗദിലെ വെള്ളം ക്ലീൻ ആവും. അള്ളാഹിന്റെ റഹ്മത്ത് നമ്മളിലേക്ക് ചേരുമ്പോൾ ഈ പാപങ്ങൾ പൊറുക്കപ്പെടും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. തൗബ ചെയ്യാനുള്ള ഒരു മനസ്സ്. തൗബ എന്ന് പറഞ്ഞാൽ സങ്കടമാണ്, ബേജാർ, പ്രയാസം. പഠിച്ചവനെ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ആലോചനയാണ് നമുക്കുണ്ടാവേണ്ടത്. ആ ആലോചനകളെ നമുക്കിവിടെ കരഞ്ഞിട്ട് പോകണം. ഇപ്പൊ നിങ്ങൾ റെഡിയാണോ? കരഞ്ഞിട്ട് പോകണം. റബ്ബിനെ ഓർത്ത് കരഞ്ഞിട്ട് ഈ സദസ്സിൽ പിരിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. കരഞ്ഞുകൊണ്ട് നമുക്ക് പോകണം.
അസ്തഗ്ഫിറുള്ളയാണ് ആദ്യം ചൊല്ലേണ്ടത്. മനസ്സിലായില്ലേ? തൗബ നമ്മളിങ്ങനെ കിതാബിലൊക്കെ കാണാം. അതിങ്ങനെ ഓരോരുത്തർ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ പറയാൻ കാരണം ഞാനൊരു സ്ഥലത്ത് തൗബ ചൊല്ലി, ഉസ്താദേ കിതാബിലുള്ള എന്തോന്ന് വിട്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. കിതാബിലുള്ളത് വിട്ടുപോയാൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ അള്ളാഹുവിനോട് പറയുന്നത് കറക്റ്റായാലും മതി. അപ്പോൾ അള്ളാഹുവിന് തൗബ വലിയ ഇഷ്ടമാണ്, തൗബ ചെയ്യുന്നവരെ ഇഷ്ടമാണ്. തൗബ ചെയ്യുന്നവർ നാളെ പ്രത്യേകം അള്ളാഹു, നമ്മൾ തെറ്റ് ചെയ്യുക, നമ്മൾ തൗബ ചെയ്യുക, എന്നിട്ട് അള്ളാഹു നമ്മളെ ആദരിക്കുക. എങ്ങനെയുണ്ട്? അള്ളാഹു നമ്മളെ ആദരിക്കും. തൗബ ചെയ്യുന്നവരോട് അള്ളാഹിന് വലിയ ഇഷ്ടമാണ്. ഒരാളൊരു തെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു, അന്ന് വണ്ടി കിട്ടിയില്ല, പിന്നിൽ പണിമുടക്കാണ്, പാപം ചെയ്യാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിനൊരു കൂലി കൊടുക്കും. എന്തിനെന്നറിയോ? പാപം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ അവന് കൂലി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. പാപം ചെയ്യാൻ പോകുമ്പോൾ മലക്കുകളെ കൊണ്ട് അവനെ പറയും, അവൻക്ക് പ്രേരണ നൽകും. ചെയ്യില്ലേടാ, ചെയ്യില്ലേടി എന്ന് പറയാനുള്ളൊരു പ്രേരണ മലക്കുകൾക്ക് കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അള്ളാഹു നമ്മളോട് വലിയ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ തുടങ്ങല്ലേ? കരയണം. സഹാബത്തിനോട് കരയാൻ പറഞ്ഞു റസൂൽ. സഹാബി പറഞ്ഞു, കരച്ചിൽ വരുന്നില്ലല്ലോ, അമ്മാരി കട്ടിയല്ലേ കൽബ്, വരുവോ? എന്നാൽ ആക്ട് ചെയ്യൂ സഹാബ, നിങ്ങൾ അഭിനയിക്കൂ. ഒരുപാട് അഭിനയിക്കുമ്പോൾ പിന്നെ അത് ജീവിതമായി മാറും. മനസ്സിലായില്ലേ? നോമ്പ് കഴിഞ്ഞിട്ട് ആട് ജീവിതം കാണാലോ എന്നാ കുറെ ആൾക്കാരെ വിചാരിക്കണം. സത്യം, ഞാൻ ഇന്നലെ ഹയാത്താ കഴിഞ്ഞപ്പോൾ ഞാൻ പറയടാ എന്തൊക്കെയാ വരും ഉസ്താദേ, ഈ ആട് ജീവിതം കണ്ടാൽ തെറ്റുണ്ടോ? ഞാൻ ഈ കഥ ബെന്യാമീൻ്റെ ആട് ഞാൻ വെച്ച് വായിക്കുന്ന ആളാണ്, ഞാൻ മുമ്പേ വായിച്ചതാണ്. ഒന്നുമില്ല, ഒരു രാത്രി ഹയാത്താക്കാൻ പള്ളിയിലുണ്ടാവും. പറയുന്നത് ഒന്നുമില്ല, റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾക്ക് നന്നായതല്ലേ. അതെ, ആടുജീവിതം കണ്ടാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ ആടുജീവിതം കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലേ ഇതാ നേരെ നല്ല വഴി ഇതാ പുറത്തേക്ക്. ആടുജീവിതമായാലും ആനജീവിതമായാലും ഹറാം എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ ഹറാമാണ് കേട്ടോ. അതിനേക്കാൾ വലുത് ആടുജീവിതം നമുക്ക് നയിക്കേണ്ടി വരും നരകത്തിൽ. മനസ്സിലായ? അല്ലാഹു കാക്കട്ടെ. ഈ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ ഇന്നക ദിസ്യമായ നീ അഫൂൻ, പുറത്തിരുന്നവനാണ്. തുഹിബ്ബു, നീ ഇഷ്ടപ്പെടുന്നു. അഫ്വ ഫഅഫു അന്നി, എനിക്ക് പുറത്തിരണേ. അല്ലാഹു എനിക്ക് പറ്റാത്ത ഇഷ്ടം, എത്ര അങ്ങ് പുറത്തു കൊടുത്താലും വെറുപ്പില്ല. ചോദിക്കുന്നതോട് അല്ലാഹുക്ക് ഇഷ്ടം. ഈ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എവിടം വരെ എത്തിക്കണം എന്നറിയോ നിങ്ങള്? എവിടെ വരെ എത്തിക്കണോ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അവിടം വരെ എന്തെത്തിക്കണോ? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ. ഇനി വിശ്രമമില്ല. ആട് ജീവിതം കാണാൻ പോയാലോ എന്ന് ആലോചിക്കലല്ല, ഇപ്പൊ തന്നെ അഡ്വാൻസ് ആയിട്ട് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മനസ്സ് ഫുള്ള് ഇവിടെ വേണം. ഞാൻ ചൊല്ലിത്തരല്ല നിങ്ങൾക്ക്. ഞാൻ എണ്ണം പറയാത്ത അതുകൊണ്ടാണ്. ഞാനൊരു എണ്ണം പറഞ്ഞ ഞങ്ങൾ ആ എണ്ണത്ത് പിടിക്കും, കൗണ്ട് ചെയ്യണ്ട. കൽബ് കൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആത്മാർത്ഥം കുറയോ? തങ്ങൾ പറഞ്ഞ 111, 11 കഴിഞ്ഞു ഉസ്താദേ. മനസ്സ്
നാവിന് പല ഭാഷയുണ്ട്, കൽബിന് ലോകത്തൊറ്റ ഭാഷയേ ഉള്ളൂ. കൽബുണ്ട് പറയാം, അതങ്ങൾക്ക് ഒരു ആവത്ത വരാത്തത്. കൽബുണ്ട് പറയാം, കണ്ണം കടച്ചോളൂ, എല്ലാം പോട്ടെ, എല്ലാ സകല പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറട്ടെ. അള്ളാഹുവിനോട് നമുക്ക് ഇഷ്ടമാണ്, അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണ്, അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമാണ്. നമ്മൾ ചെയ്ത അപരാധങ്ങൾ റബ്ബിനോട് ഏറ്റു പറയുമ്പോൾ നീ ചെയ്ത പാപങ്ങൾ മലക്കുകളുടെ കടലാസുകളിൽ നിന്ന് അള്ളാഹു ഡിലേറ്റ് ചെയ്യുകയും അവരുടെ ഓർമ്മപദങ്ങളിൽ നിന്ന് അള്ളാഹു ഡിലേറ്റ് ചെയ്യുകയും ആ തെറ്റിന് സാക്ഷിയായ സാഹചര്യങ്ങളുടെ ഓർമ്മകളുടെ അകത്താളങ്ങളിൽ നിന്ന് അതിനെ ഡിലേറ്റ് ചെയ്ത് നീ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനായി നിന്നെ അള്ളാഹു രൂപപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ. നീയും ഞാനും നരകത്തിൽ പോകരുത് നമ്മുടെ റബ്ബ് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിനുള്ള സ്നേഹം മനസ്സിൽ വരട്ടെ. ഉമ്മ എന്ന് വിളിക്കും ഒരു വികാരം നമുക്കുണ്ട്, ബാപ്പ എന്ന് വിളിക്കും ഒരു വികാരം, അല്ലാഹ് യാ അല്ലാഹ് എന്ന് വിളിക്കും ഒരു വികാരം നമ്മുടെ മനസ്സിലുണ്ടാവണം. അസ്തഗ്ഫിറുല്ലാഹ് ചെയ്തു പോയി റബ്ബേ, പുറത്തരണേ റബ്ബേ എന്നതാണ് അതിൻ്റെ അർത്ഥം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹ് മനസ്സിൻ്റെ ഉള്ളിൽ തേങ്ങണം. ഈ അല്ല പറയുമ്പോൾ കരയണം. നമുക്ക് മക്കളെ തന്നു റബ്ബ്, ഭാര്യയെ തന്നു റബ്ബ്, സമ്പത്ത് തന്നു റബ്ബ്. അവൻ്റെ നിയമങ്ങൾ നമ്മൾ ലംഘിച്ചു, തീരുമാനങ്ങൾ ലംഘിച്ചു, പാപങ്ങളിലും അനുസരണക്കേടിലും നമ്മൾ വഴിമാറി. എന്നിട്ടും റബ്ബ് നമ്മുടെ സമ്പത്ത് കുറച്ചില്ല, ആരോഗ്യം തന്നു. പലരും കൊറോണയിൽ അമർന്നുപോയി, പലരും അപകടത്തിൽ ഹോമിക്കപ്പെട്ടു, പലരും നട്ടത്തിൻ്റെ പടിവാതിൽക്കൽ ചെന്നു നിന്നു. റബ്ബ് നമ്മളെ കൈപിടിച്ചു, റബ്ബ് ഇവിടെ എത്തിച്ചു, ഈ സദസ്സ് വരെ എത്തിച്ചു. അല്ലാഹ് 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 സ്നേഹത്തോടെ വിളിക്കും. അല്ലാഹ് 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 ഹൂ അല്ലാഹ് ഹൂ അല്ലാഹ് ഹൂ അല്ലാഹ് ഹൂ അല്ലാഹ് ഹൂ അല്ലാഹ് ഹൂ അല്ലാഹ് 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 അല്ലാഹ്. ഒരു നന്ദിയും ഞങ്ങൾ ചെയ്തില്ല റബ്ബേ, ഞങ്ങൾ നിന്നോട് നന്ദി കാണിച്ചില്ല റബ്ബേ. എന്നിട്ടും നീ ഞങ്ങളെ നിന്റെ സംരക്ഷണത്തിലിട്ടു. ഞങ്ങളെ ഇതുവരെ നീ തെറ്റിപ്പൂറ്റി വളർത്തി. ഒരു മാരകമായ രോഗത്തിന്റെ അടിമകളായി ഞങ്ങളെ നീ ബോധമറ്റ് കിടത്തിയില്ല. അല്ലാഹ് 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 അല്ലാഹ്
لا إله إلا الله 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 أستغفر الله العظيم അൽ ഖദീം. ബക്കറ്റ് വരുമ്പോൾ തൗബ സ്വീകരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു സംഖ്യ നിങ്ങൾ അതിൽ നിക്ഷേപിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ചൊല്ലിക്കോളി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വായ തുറന്ന് ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ لا إله إلا هو الحي القيوم من كل ذنب ഞാൻ ചലിതമ ചൊല്ല من كل ذنب أذنبته عمدا أو خطأ أو سرا أو علانية أو صغيرا أو كبيرا وأتوب إليه من الذنب الذي أعلم ومن الذنب الذي لا أعلم إنك أنت علام الغيوب استغفر الله عن جميع ما كره الله قولا وفعلا وعملا وخاطرا وناظرا يا أيها الذين آمنوا توبوا إلى الله توبة نصوحا ഞങ്ങളുടെ തമ്പുരാനെ അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും മറവിയിലും വെളിച്ചത്തിലും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും നിന്റെ ഫുർഖാനിൽ അലീമാകുന്ന വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഖാലിസായ തൗബ ചെയ്ത് ഞങ്ങൾ മടങ്ങുകയാണ്. മേലാൽ ഇനിയൊരിക്കലും ഒരു ദോഷവും ഞങ്ങൾ ചെയ്യുകയില്ല അല്ലാ. ദോഷത്തിലേക്ക് ഞങ്ങൾ മടങ്ങുകയില്ല അല്ലാ. ഞങ്ങളെ കരുതി ഉറപ്പിച്ച് പറയുകയാണ് അല്ലാ ഞങ്ങൾ തമ്പുരാനെ. ഖാൽ റബ്ബനാ ളലംനാ അൻഫുസനാ وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളുടെ അല്ലാഹ് തമ്പുരാനെ, ഞങ്ങൾ അനേകം കുറ്റവും ദുർമര്യാദയും ചെയ്ത് പാപികളായി പോയി അല്ലാഹ്. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം, അതിൻ്റെ വണ്ണം അല്ലാഹുവേ നീ നിന്റെ കൃപ കൊണ്ട് പുറത്തു തരണേ അല്ലാഹ്. അങ്ങനെ നീ പുറത്തു തന്നില്ല എങ്കിൽ നിന്റെ കഠിനമായ നരകത്തിൽ ഞങ്ങൾ വെന്തുരുകും റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ കൃപ കൊണ്ട് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ജഹന്നം എന്ന നരകത്തിന് തൊട്ട് ഞങ്ങൾ സലാമത്താക്കണേ അല്ലാഹ്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുവേ, റബ്ബേ, ഞങ്ങളെ ശൈത്താന്റെ വഴിയിൽ നിന്ന് ഞങ്ങൾ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ കൽബുകളെ ജസദുകളെ കാക്കണേ റഹ്മാനെ. റഹ്മത്തിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് അധികരിപ്പിച്ചു തരണേ അല്ലാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെ ഈമാനോടുകൂടെ ജീവിപ്പിച്ച് ഈമാനോടുകൂടെ മരിപ്പിക്കണേ അല്ലാഹ്. ഖബറിൽ രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറ കൊള്ള യാത്രയാക്കുമ്പോൾ ഞങ്ങളുടെ നന്മ തിന്മകൾ എഴുതപ്പെട്ട കിതാബുകൾ വലം കൈയിലേക്ക് നീ നൽകണേ തമ്പുരാനെ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റഹ്മാനായ അൽ മലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഇനി ഒരിക്കലും ഒരു തെറ്റും ഞങ്ങൾ ചെയ്യൂല റബ്ബേ. അൽഹംദുലില്ലാഹ്. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ അൽ മലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, ഞങ്ങളെ സകല ദോഷങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഓതിയ ഫാത്തിഹത്തുൽ കിതാബ് മുഅവ്വദ് ദിനി ഖലാസ് സൂറകളെ തഹ്ലീലുകളെ തസ്ബീഹുകൾ ഞങ്ങൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഇവിടെ അന്ത്യവിശ്രമുള്ളത് മഹാന്മാരായതിൻ്റെ അമ്പിയാക്കളുടെ ഔലിയാക്കന്മാരുടെ ശോനാക്കന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവരുടെ ദറജകളെ നീ ഉയർത്തണേ അല്ലാഹ്. അല്ലാഹു അവർ കാരണമായി ദിവസത്തിൻ്റെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളുടെ സകലമായ പാപങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ്. നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എല്ലാ ഉജ്ബിരിയായ ഹസദ് ഫസാദുകൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ് ദീർഘായുസ്സ് തരണേ അല്ലാഹ്. ആഫിയത്തോടെ തരണേ അല്ലാഹ്. മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി സന്തോഷത്തോടെ നിന്റെ ഹബീബിനെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരി തൂകി നിന്നിലേക്ക് യാത്രയാവാൻ തൗഫീഖ് തരണേ അല്ലാഹ്. പെടുന്നതിനുള്ള മരണങ്ങൾ, പ്രയാസമാകുന്ന പെടുന്നതിനുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ആഫത്ത് മുസീബത്തുകളാലുള്ള മരണങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ ചെയ്തു പോയ പാപം കാരണം മരിക്കുന്ന നേരത്തെ അദാബിന്റെ മരണത്തിൽ ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഖലഖറാന്ന് അട്ടഹസിച്ച് കാട്ടിച്ച് മൂത്രിച്ച് ദുർഗന്ധം വന്ന് അസഹ്യമായ പീഡനപർവങ്ങൾ ഏറ്റുവാങ്ങി ദുരിതപൂർണമായ മരണം വരിക്കുന്നവർ ഞങ്ങൾ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പലരും ആശുപത്രിയിലാണ് അല്ലാഹ്, ഹോസ്പിറ്റലിൽ കിടക്കയിലാണ്, ICUവിലാണ് അല്ലാഹ്. ശിഫാ നൽകണേ തമ്പുരാനെ. കാലങ്ങളോളമായി മൂത്രത്തിലും കാട്ടത്തിലും കിടക്കുന്ന രോഗികളുണ്ട് അല്ലാഹുവേ. നീ ശമനമാണ് ഖൈറെങ്കിൽ ശമിപ്പിക്കുകയും ജീവിതമാണ് ഖൈറെങ്കിൽ ജീവിതം നൽകുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ രോഗം വന്ന് കിടന്ന് വീട്ടുകാർക്കും ഉറ്റവർക്കും ഇവനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിലും നാശിച്ചു പോകുന്ന ഭാരമായി മാറുന്ന ഒരു കിടത്തത്തിൽ ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളൊരാൾക്കും ഭാരമാകരുതേ അല്ലാഹ്. അല്ലാഹുവേ ഹോസ്പിറ്റലൈസ്ഡായി കഴിയുന്ന രോഗികളിന് ശിഫാ നൽകണേ അല്ലാഹ്. പടച്ചവനെ നിന്നോടുള്ള മഹബ്ബത്ത് ഏറ്റിത്തരണേ അല്ലാഹ്. നീ ഞങ്ങളോട് മഹബ്ബത്ത് വെക്കണേ അല്ലാഹ്. ഞങ്ങളെ നാവ് ദിക്റിൻ്റെ നാവാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൽബ് നിന്നെ ഓർക്കുന്ന കൽവാക്കണേ അല്ലാഹ്. നിന്റെ കൃപയും നിന്റെ കാവലും ഏറ്റിത്തരണേ അല്ലാഹ്. ഇബാദത്തിൽ പ്രത്യേകമായ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങൾ അമല് കുറഞ്ഞവനാ അല്ലാഹ്, പാണ്ഡിത്യം കുറഞ്ഞവനാ അല്ലാഹ്, ഖുശൂഉം ഈമാനും കുറഞ്ഞവനാ അല്ലാഹ്. നിന്റെ അങ്ങേയറ്റത്തെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. ഹലാലായ സമ്പാദ്യം തരണേ അല്ലാഹ്. ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, സിയാറകൾ നടത്താൻ, സാധുക്കളുടെ കൂടെ നിൽക്കാനുള്ള സാമ്പത്തിക അഭിവൃദ്ധി തന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. പലരും രോഗികളാണല്ലോ. പ്രഷറുള്ളവർ, പ്രമേഹമുള്ളവർ, ഷുഗറുള്ളവർ, പാൻക്രിയാസിസ് കൊണ്ട്, സോറിയാസിസ് കൊണ്ട്, ഡയബറ്റിസ് കൊണ്ട്, തൈറോയ്ഡ് കൊണ്ട്, ഊരവേദന കൊണ്ട്, നടുവേദന കൊണ്ട്, ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട്, കഫത്തിൻ്റെ പ്രയാസം, ശ്വാസത്തിൻ്റെ പ്രയാസം, ദഹനത്തിൻ്റെ പ്രയാസം, മാറാത്ത തലവേദന കൊണ്ട്, മാറാത്ത പല്ലുവേദന കൊണ്ട്, ചെന്നിക്കുത്ത് തലവേദനകളെ കൊണ്ട്, ചെവിയുടെ പ്രയാസങ്ങളെ കൊണ്ട്, ഓർമ്മശക്തി കുറയുന്ന അസുഖങ്ങളെ കൊണ്ട്, തലകറക്കം കൊണ്ട്, രക്തസമ്മർദ്ദങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ലോ.
അല്ലാഹുവേ ആമാശയ രോഗങ്ങൾ, പിത്താശയ രോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ, ഗർഭാശയ രോഗങ്ങൾ, കുടലാശയ രോഗങ്ങൾ നീ ശമിപ്പിക്കണേ തമ്പുരാനെ. രക്തസംബന്ധമായ രോഗങ്ങളുണ്ട്, യൂട്രേഷൻ എടുത്തു കളഞ്ഞ ആളുകളുണ്ട്, രക്തം പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ടെസ്റ്റിന് കൊടുത്ത ആളുകളുണ്ട്, ചില അസുഖങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട ആളുകളുണ്ട്. അല്ലാഹുമ്മ അന്ത ശാഫി അന്ത കാഫി അന്ത മാഫി യാ ഹന്നാൻ യാ മന്നാൻ യാ ദയ്യാൻ നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, ശിഫായ് തരണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ, വെള്ളപ്പാണ്ട് രോഗങ്ങളിൽ നിന്ന് നീ കാക്കണേ റഹ്മാനെ. എപ്പോഴും തളർച്ച, എപ്പോഴും ക്ഷീണം, ഉറങ്ങാൻ പ്രയാസം, ഉറങ്ങിയാൽ എഴുന്നേൽക്കാൻ പ്രയാസം, എപ്പോഴും മനസ്സിന് പ്രയാസം, വസ്വാസിന്റെ ബുദ്ധിമുട്ട്, സിഹറിന്റെ ബുദ്ധിമുട്ട്, കണ്ണീറിന്റെ ബുദ്ധിമുട്ട്, ശൈത്വാനിയ ബുദ്ധിമുട്ടുകൾ അല്ലാഹുവേ നീ എല്ലാം ശിഫയാക്കണേ റഹ്മാനെ, സുഖപ്പെടുത്തണേ റഹ്മാനെ. ബിഹഖി മുഹമ്മദിൻ മുസ്തഫ വബിഫളലി മുഹമ്മദിൻ മുസ്തഫ വബിജാഹി മുഹമ്മദിൻ മുസ്തഫ അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി മുഹമ്മദിൻ മുസ്തഫ. ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മാരകമായ രോഗത്തിന്റെ അംശങ്ങളുണ്ടെങ്കിൽ നീ ശിഫയാക്കണേ തമ്പുരാനെ. മകളെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞു, സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യാൻ, മരണപ്പെട്ടു പോയ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നെഞ്ചുവേദന കാരണം എറണാകുളം ഹോസ്പിറ്റലിൽ കഴിയുന്ന കുഞ്ഞിന്റെ എല്ലാ രോഗങ്ങളും മാറാൻ, അതുപോലെ എൻ്റെ മരുമകൻ്റെ ജോലിക്കാരും റാഹത്താവാൻ വേണ്ടി തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ നടക്കുകയാണ്, അത് എളുപ്പമായി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ. അതുപോലെ എൻ്റെ ഭർത്താവിന് ഡ്രൈവറാണ്, ഓട്ടം കുറവാണ്, യൂബർ ഓടുകയാണ്, വാടക വീട്ടിലാണ് താമസം, കടം തീരാൻ ദുആ ചെയ്യണേ. മകന്റെ അസുഖം ഭേദമാകാൻ 1000 റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തിയ സഹോദരന്റെ കുടുംബത്തിന് വേണ്ടി അല്ലാഹുവേ അവരുടെ കുടുംബത്തിന് നീ ഖൈർ നൽകണേ അല്ലാഹ്. സഹോദരിയുടെ ക്യാൻസർ ഓപ്പറേഷനാണ്, ഇന്ന് ദുആ ചെയ്യണേ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖം മൂലം പ്രയാസപ്പെടുന്ന വെളുത്തകടവ് സ്വദേശി ശാരീരിക സ്വത്തിന് വേണ്ടി ദുആ ചെയ്യണേ. എൻ്റെ മകൾ അബൂബിൻ്റെ ജനുവരിയിൽ ശ്വാസകോശം ചുരുങ്ങുന്നതിനായി വലിയ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് പിന്നെയും ശ്വാസകോശം ചുരുങ്ങി വരുന്നു. അല്ലാഹുവേ ഈ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാഹ്. അവൻ്റെ പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ബന്ധുക്കൾ, അല്ലാഹുവിന്റെ ഖബറുകൾ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ ഞങ്ങളെ മക്കൾക്ക് നീ അവരുടെ പഠനങ്ങളും വിജ്ഞാനങ്ങളും വിദ്യാഭ്യാസത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. സൽസമാധികളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹു വിവാഹപ്രായമെത്തിയ മക്കൾക്ക് ഇണതുണകളെ നൽകണേ തമ്പുരാനെ. റഹ്മാനും റഹീമുമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് വിവാഹം അല്ലാഹുവേ കുഞ്ഞുങ്ങളില്ലാത്തവർ കുഞ്ഞുങ്ങളെ നൽകണേ അല്ലാഹ്. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ വീട്ടിൽ അല്ലാഹുമ്മ അൻസിലി നിഅമത്താവൽ ബറകത്താവൽ ഖുവത്താവൽ സലാമത്തവൽ ആഫിയത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റഹ്മാനെ. ഹജ്ജ് ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ച മൊയ്തീൻ നോടക്കാലി ആസ്റ്ററിൽ ക്യാൻസറിന്റെ ചികിത്സയിലാണ്, നീ ശിഫാ കൊടുക്കണേ റഹ്മാനെ. ഹജ്ജ് പൂർത്തിയാക്കാൻ തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ റബ്ബേ ഉംറ ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. റസൂലുള്ളാഹിയുടെ മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരെ സലാത്ത് ചൊല്ലാൻ യഖ്റത്തിലും മനാമിലും അവരെ ദർശനം ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ ഖബർ എളുപ്പമാക്കണേ അല്ലാഹ്. ഹിസാബ് എളുപ്പമാക്കണേ അല്ലാഹ്. മഹ്ശർ എളുപ്പമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മഹബത്ത് നൽകണേ അല്ലാഹ്. അവരുടെ സ്വഭാവം നന്നാക്കണേ അല്ലാഹ്. പ്രവാസികളായ ധാരാളം ആളുകൾ അവരുടെ കച്ചവടത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ, ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ കടത്തിലാണല്ലാ, കടങ്ങൾ വീട്ടിക്കൊടുക്കണേ അല്ലാഹ്. കിട്ടാനുണ്ട്, കൊടുക്കാനുണ്ട്, എളുപ്പമാക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് മടുക്കാത്ത തമ്പുരാനെ, ദുആ കൊണ്ട് മടുക്കാത്ത തമ്പുരാനെ, തേടുന്നവർക്ക് കൈനിറയെ കൊടുക്കുന്ന തമ്പുരാനെ. അല്ലാഹുവേ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച സംഘാടകർ, മഹ്‌ല ജമാഅത്തിന്റെ ഭാരവാഹികൾ, യാത്രയിൽ അനുഗമിച്ച സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, അല്ലാഹുവേ ഈ പരിപാടിയിൽ വന്ന മുഴുവൻ ആളുകളുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവർക്ക് ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അബ്ദുൽ നാസർ മഅദിനി അല്ലാഹുവേ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ ആശുപത്രിയിലാണ്, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്.
ആരോഗ്യം കൊടുക്കണേ അല്ലാ. ചികിത്സ പരിപൂർണമായി നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ സാലിഹീങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരായ ഞങ്ങളെ നീ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ 5000 രൂപ കൊടുത്തവരുണ്ട്, 1000 രൂപ കൊടുത്തവരുണ്ട്. ലൈലത്തുൽ ഖദറിന്റെ മലക്കുകൾ ഞങ്ങളുടെ വീട്ടിൽ വരികയും ഞങ്ങളെ ഹസ്തദാനം ചെയ്യുകയും നിറുകയിൽ ചുംബിക്കുകയും സലാം പറഞ്ഞ് അമലുകൾ സമർപ്പിച്ച് തിരികെ പോവുകയും ചെയ്യുന്ന വിജയികളിൽ ചേർക്കണേ അല്ലാഹ്. اللهم اجعلنا ممن رضي عنهم شهر رمضان ولا تجعلنا ممن خصم عنهم شهر رمضان. ഈ ദുആ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാഹ്, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ മജ്ലിസിൽ മുത്ത് മുഅ്മിനീങ്ങൾ സഹോദരങ്ങൾ അവിടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി വീട്ടി തരണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണവ സൂര്യം മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ യമൈകാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. اللهم ادخلني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. എല്ലാവരും ദുആ ചെയ്യണം. സാധുവാനക്ക് വേണ്ടി ദ്വാരക്കണം, സ്വഭാവം നന്നാവാൻ വേണ്ടി ദ്വാരക്കണം, നല്ലൊരു മനുഷ്യനാവാൻ ദ്വാരക്കണം. ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ, ആ മരണസമയത്ത് അങ്ങനെ പറയാൻ നിങ്ങൾ എനിക്ക് കൊണ്ട് ദ്വാരക്കണം. പൊന്നുമോമി നിങ്ങൾ ദ്വാരക്കണം. ഞാൻ മരണപ്പെട്ടു എന്ന വിവരം ഒരിക്കൽ നിങ്ങളെ തേടിയെത്തുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങൾ ദ്വാ ചെയ്ത ഒരുത്തനാണവൻ, അവന് പുറത്തു കൊടുക്കണേ എന്ന് നിങ്ങൾ സ്വർണ്ണ നാക്കുകളെ കൊണ്ട്, നല്ല നാക്കുകൊണ്ട് നിങ്ങൾ പറയണേ എന്ന് ഓരോ ഉമ്മമാരോടും സഹോദരങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്.